പേഷ്യന്റിനെ ആലപ്പുഴ പ്രദേശത്തു നിന്ന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആള് തലയിലൊരു ട്യൂമറാണ്, ക്യാൻസർ ട്യൂമറാണ്. ആള് ഓപ്പറേഷന് പോകുകയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ തലച്ചോറിന് ഓപ്പറേഷനാണ്. ക്യാൻസറാണ്, ട്യൂമറാണ്. വെല്ലൂർ കൊണ്ടുപോവുകയാണ്. എല്ലാം ക്രമീകരിച്ച് അവർ വന്നിട്ടുണ്ട്. അവർ ഇത്ര വെയിറ്റ്, ഞാൻ പറയും എന്തിനാ വെയിറ്റ് ചെയ്തത്? ആളുകൾ ഇവിടെ ഇതാരും കാണാൻ പറ്റില്ല. ഈ മിറക്കിൾ ആരെയും കാണാൻ അനുവദിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ സൈഡത്ത് വലിയൊരു ഹോളുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സമയത്തൊരു സെലക്ഷൻ കേട്ടോ. അപ്പോൾ 6-7 പേരെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് നമ്മൾ ഹോളിൻ്റെ മൊത്തം ഡോറും അടയ്ക്കാൻ പറയും. മൊത്തം ഡോറും എല്ലാവരും അടച്ചു. 8ാമത്തെ പ്രാവശ്യം 7ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഉള്ളി പറയുകയാണേ, ഇനി ആരും പിടിക്കേണ്ട ആസ്തികൾ തല ഹസ്ബൻഡ് കയറി പോയി. ഞാൻ പറയും ശുശ്രൂഷ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. നമ്മുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസം എന്ന ഫലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അന്നവന് പഠിപ്പിച്ചിട്ട് രഹസ്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ നിൽക്കുന്ന 6-7 പേരെ മാത്രം, കുറച്ച് 6-7 പേരെ മാത്രം എല്ലാം നോക്കിയിട്ട് സെലക്ഷൻ നടത്തുക. ആ സമയത്തൊരു സെലക്ഷൻ കേട്ടോ. അപ്പം 6-7 പേരെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഞാൻ പറയും ഹോളിൻ്റെ മൊത്തം ഡോറും അടയ്ക്കാൻ പറയും. മൊത്തം ഡോറും എല്ലാവരും അടച്ച ശേഷം ഞാൻ ഈ സഹോദരി ഇങ്ങനെ വീൽ ചെയറിലേക്ക് ഹസ്ബൻഡ് കയറി പോയി. ഞാൻ പറയും ശുശ്രൂഷ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഇവരൊക്കെ എഴുന്നേൽപ്പിച്ചു. തളർന്നായിരിക്കുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ നാമത്തിന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് ഇത് ബോധം കിട വയ്യാതിരിക്കുക, താഴോട്ടങ്ങ് വീണു. പരിശുദ്ധാത്മാവ് ഓൾറെഡി ആൾ തളർന്നായിരിക്കുന്നു. അതിന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും വീണ്ടും തളർന്നു പോയി, താട്ട് വീണു. അവർ സാരമില്ല, പിടിച്ചെന്നേൽപ്പിക്കാൻ പറഞ്ഞു. അതിനെ പിടിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 7-8 പ്രാവശ്യം ഉണ്ടായി. ഒരു 8ാമത്തെ പ്രാവശ്യം 7ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഉള്ളി പറയുകയാണേ, ഇനി ആരും പിടിക്കേണ്ട ആസ്തികൾ തല ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമറാണ്. ഓപ്പറേഷന് പോവുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. അത്രയും വയ്യാത്ത വ്യക്തിയാണ്, സംസാരിക്കാൻ പോലും പറ്റാത്ത, തീർത്തും തളർന്നു. ഒരു മരിച്ച ശവം കൊണ്ടിരുന്ന പോലെയാണ് കൊണ്ടിരുന്നത്. ഇത്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്നോട് പരിശോധന പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ആരും പിടിക്കേണ്ട തന്നെ എഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മക്കളെ അടുത്ത നിമിഷം ഞാൻ കണ്ടുമുട്ടുന്നത്, ഞാൻ പറഞ്ഞു ഇനി ആരും പിടിക്കണത് നോക്കും. ഞാൻ പറഞ്ഞത് എഴുന്നേക്കാൻ ഈശോയുടെ നാമത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ മകള് തന്നെ അങ്ങ് എഴുന്നേറ്റേ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതൊരു നടക്കാവോ നോക്കുന്നു, ഈ ഹോളിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പം ആൾ പതുക്കെ ഞാൻ നടന്നോ ധൈര്യമായിട്ട് അപ്പം കുട്ടിക്കൊണ്ട് നടക്കുന്നു. അപ്പോഴത്തേക്ക് ആരോട് ശുശ്രൂഷകർക്ക് ഏതോ വാതിൽ തുറന്ന് മുഴുവൻ പൂട്ടിയിട്ടില്ല. അവ കയറി കൊന്നു. പരിശുദ്ധം പറയും ഇനി കുഴപ്പമില്ല, ആര് കയറി വന്നാലും കുഴപ്പമില്ല. കാരണം ഒരു അരൂപി പ്രവർത്തിക്കുന്ന ഒരു ടൈം ഉണ്ട്, ഒരു സെക്കൻഡ് ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ആ പോയിന്റ് സംഭവിച്ചു, ഹീൽ ചെയ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. അവർ നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, നല്ല മനുഷ്യന്. പക്ഷേ ഒരു ദൈവത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുള്ളൂ. ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങനെ ആളുകൾ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ അന്ന് പറഞ്ഞു, നീ കാണാൻ പോകുന്ന വലിയൊരു മിറക്കിൾ നീ കാണാൻ പോവാം. പ്രസലോഷ് എന്ന് പറയാം, നീ കാണാൻ പോവാം, വലിയൊരു അത്ഭുതം നീ കാണാൻ പോവാം. ഇവരെന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ അവർ വീട്ടിലോട്ട് പോകണം. പോയിട്ട് സാധനം എടുത്ത് നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. കാരണം ഓപ്പറേഷൻ്റെ ഡേറ്റ് 2-3 ദിവസം ഡേറ്റ് ഉണ്ട്. ഓപ്പറേഷൻ തലയുടെ മേജർ ഓപ്പറേഷൻ നടക്കാൻ പോകാണല്ലോ. ഈ ട്യൂമർ റിമൂവ് ചെയ്യണല്ലോ, ക്യാൻസർ അല്ലേ. അങ്ങനെ ആശുപത്രി ചെന്നു. ഓപ്പറേഷൻ്റെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാം ഉണ്ട്. മാസങ്ങളായിട്ട് ഒരു കാത്തിരുന്നുകൊണ്ട് ഈ ഓപ്പറേഷന് പോകുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാർ പറഞ്ഞു എല്ലാം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം അവർ ഒന്നും കൂടെ ഓപ്പറേഷൻ തൊട്ട് മുമ്പ് ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് ഈ മകളുടെ തലയിലെ ട്യൂമർ കാണാനില്ല, പൂർണ്ണമായിട്ടും നീങ്ങിപ്പോയിരിക്കുന്നതായിട്ട് സൗഖ്യപ്പെട്ടത്. 2 കരത്തോടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കണം. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ്. അനോയിന്റിംഗ് ഉണ്ട്. ഇത് നമ്മൾ